എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യതലസ്ഥാനമായ ജന്തർ മന്ദിറിൽ വലിയ അക്രമ സംഭവമാണ് അരങ്ങേറിയത്. കൂറകളുടെ പാർട്ടിയായ CJP പ്രവർത്തകർ പാർലമെൻറ്റ് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് അവർ ആളിനെ കൂട്ടി. അത് കൂടിയ ആളുകൾ ആരൊക്കെയാണ് നമുക്കറിയാം. കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഖാലിസ്ഥാൻ്റെയും പിന്നെ SFI എന്നീ രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തകരായിരുന്നു അക്രമത്തിന് അവിടെ ഒത്തുകൂടിയത്. ഇന്നലെ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനം കൂടിയ ആ സമയത്ത് തന്നെ പാർലമെൻറ്റിലേക്ക് ഇവർ മാർച്ച് നടത്താനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. അവരുടെ പ്രകടനത്തിൽ അവർ മുഴക്കിയ മുദ്രാവാക്യം തന്നെ പാർലമെൻറ്റ് ഞങ്ങൾ തച്ച് തകർക്കും എന്നായിരുന്നു. അതായത് അവർ വിളിച്ച മുദ്രാവാക്യമായിരുന്നു സംസദ് ഹം ഉഖാഡ് ദേംഗെ എന്നായിരുന്നു വിളിച്ച് പറഞ്ഞിരുന്ന മുദ്രാവാക്യം. പാർലമെൻറ്റ് ഞങ്ങൾ തച്ച് തകർക്കും. അങ്ങനെ അവർ അക്രമാസക്തമായ രീതിയിൽ രണ്ടും കൽപ്പിച്ച് പാർലമെൻറ്റ് ആക്രമിക്കാനുള്ള പ്രകടനവുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയപ്പോൾ അത് പോലീസ് തടയുകയുണ്ടായി. ഇതിനെ തടഞ്ഞ പോലീസിനെ അവർ കല്ല് പറക്കി എറിയുകയും ആക്രമിക്കുകയും ചെയ്ത് സംഭവം നമ്മൾ കണ്ടതാണ്. നിവൃത്തിയില്ലാതെ പോലീസ് നടപടി സ്വീകരിച്ചു. ലാത്തി ചാർജ് നടത്തി, കണ്ണീർവാതകം പ്രയോഗിച്ചു. അക്രമികളായ കുറേയേറെ ചെറുപ്പക്കാർക്ക് പരിക്ക് പറ്റി. അത് ആണും പെണ്ണും ഉൾപ്പെടെയുള്ള അക്രമികൾ. നമുക്കറിയാം JNU എന്ന് പറയുന്ന സർവകലാശാല ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ താവളമാണ്. അവിടുന്ന് തന്നെയാണ് ഭാരതത്തിനെ ഞങ്ങൾ കഷ്ണം കഷ്ണമാക്കും എന്നുള്ള മുദ്രാവാക്യം വരെ ഉയർന്നത്. അതെല്ലാം നമ്മൾ മുൻപ് കേട്ടിട്ടുള്ളതുമാണ്. അതിന് കുറേ പേര് അകത്ത് കിടക്കുന്ന കാര്യം നമ്മൾക്കറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവർ ഷഹീൻ ബാഗിൽ സമരം ചെയ്തവരും ഇന്നലെ അക്രമത്തിലുണ്ടായിരുന്നു. ഷഹീൻ ബാഗിൽ അക്രമം നടത്തിയവർ, അതായത് ഈ പൗരത്വ വിഷയത്തിൽ രാജ്യത്തുള്ളവരല്ലാതെ വിദേശികളായിട്ട് നുഴഞ്ഞു കയറി വന്നവർക്ക് അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കിക്കൊണ്ട് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കും എന്ന് പറഞ്ഞതിനെതിരെ അക്രമം നടത്തിയവർ, ദില്ലി കത്തിച്ച് കലാപം നടത്താൻ ശ്രമിച്ചവരും ഇന്നലത്തെ ഈ സമരത്തിലുണ്ടായിരുന്നു. CPMൻ്റെ നേതാക്കൾ, അങ്ങനെ നിരവധി ആൾക്കാർ, രാജ്യവിരുദ്ധരായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കളും പങ്കെടുത്തിരുന്നു. ഈ പ്രകടനത്തിനെയാണ് പോലീസ് അവിടെ ശക്തിയുക്തം നേരിട്ടതും അതിനെ പരാജയപ്പെടുത്തിയതും. ഈ സംഭവത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു വീഡിയോയിലൂടെ ഇതിനെതിരെ ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ നമ്മൾക്ക് ചിരി വരും. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: മോദിയെ അദ്ദേഹം വിളിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും യുവജനവിരുദ്ധനായ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം മോദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാൻ മോദി ശ്രമിക്കുന്നെന്നും അദ്ദേഹം ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഈ ചോദ്യക്കടലാസുകൾ ചോർന്നിട്ടും ആ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെന്നാണ് ആ വീഡിയോയിൽ കൂടി അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് തികച്ചും തെറ്റാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു. അന്വേഷിക്കാൻ വേണ്ടി CBIയെ നിയോഗിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ. അപ്പോൾ അവരാണ് ഉത്തരക്കടലാസ് ചോർത്തിയവരെ നല്ലൊരു ശതമാനത്തിനും പിടിച്ച് അകത്തിട്ടത്. എന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ആ വീഡിയോ പറയുന്നുണ്ട്, ഈ പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ അടിച്ചമർത്തി, കഠിനാധ്വാനികളും ആയ ചെറുപ്പക്കാരെ, ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തുന്ന ചെറുപ്പക്കാരെ അടിച്ചമർത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. യുവജനങ്ങൾക്കെതിരെ കണ്ണീർവാതകവും ലാത്തിചാർജും പ്രയോഗിച്ചതിലും അദ്ദേഹം രോഷം കൊള്ളുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ വഴിയല്ലത്രേ. അദ്ദേഹം പറയുന്നതാണ് ഇന്ത്യയുടെ വഴിയല്ലെന്ന്. ഈ രീതിയിലല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പ്രധാനമന്ത്രി അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഏറെ തമാശയാണ് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രിയെ വിളിച്ചതെന്ന്
ഏറ്റവും യുവജന വിരുദ്ധനായ പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധി വിളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളെ എല്ലാം ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രസ്താവനകളല്ലേ അദ്ദേഹം വിദേശത്ത് പോയിരുന്ന് നടത്തുന്നത്? ഇലക്ഷൻ കമ്മീഷനെ നാണം കെടുത്താൻ വേണ്ടി എന്തൊക്കെ വ്യാജ ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിയത്? പവർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് കുറെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു അടിസ്ഥാനമില്ലാത്ത വ്യാജ ആരോപണങ്ങൾ, അതായത് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഒരു കള്ളത്തരം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവ് എത്ര തരം താണ് രീതിയിലാണെന്നുണ്ടെങ്കിലും ഈ നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ അധിക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ചിരിക്കാനല്ലാതെ മറ്റെന്താണ് നമ്മൾക്ക് കഴിയുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ചെറുപ്പക്കാർ ഇന്നലെ ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർലമെന്റ് ഞങ്ങൾ തകർക്കുമെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആ സമരവേദിയിൽ ഖാലിസ്ഥാനികൾ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. രാജ്യത്തിനെതിരെ, രാജ്യത്തിൻ്റെ ശക്തി വളരുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന CPM നേതാക്കൾ, അതായത് CPM എപ്പോഴും ചൈനയ്ക്ക് മുകളിലേക്ക് ഭാരതം വളരുന്നത് ഒരിക്കലും സഹിക്കുന്ന പാർട്ടിയല്ല. അവരെപ്പോഴും ചൈനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. ചൈന ലോകത്ത് ഏറ്റവും ശക്തമാകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഞങ്ങളുടെ ചങ്കിൽ ഉള്ളത് ചൈനയാണെന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് CPM. അവരുടെ ദേശ സ്നേഹം എന്താണെന്ന് നമ്മൾക്ക് അവർ ഇതേപോലെ പല തവണ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പാർട്ടിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അത് നമ്മുടെ കേരളത്തിൽ മാത്രം ചുരുങ്ങിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ CPM എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആൾക്കാരുകൾ. അവർ വിചാരിച്ചാൽ ഇന്ത്യയിൽ ഒരു കാര്യം നടത്താൻ പറ്റുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു 10 പേരേ ഉള്ളൂ എങ്കിലും അക്രമം എന്ന് പറഞ്ഞ അക്രമം തന്നെയാണ്. അത് നമ്മൾക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന സംഭവം തന്നെയാണ്. അതിന് ശ്രമിച്ച ഈ പ്രസ്ഥാനമൊക്കെയാണ്, അതിനോടൊപ്പമാണ് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അവർ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഇന്ത്യയിൽ എങ്ങനെയും ഒരു കലാപം ഉണ്ടാക്കുക. കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്തായാലും ജനവിധിയിൽ കൂടി ഭരണത്തിൽ വരാൻ കഴിയുകയില്ല, അക്രമത്തിൽ കൂടി അസ്ഥിരത ഉണ്ടാക്കി അതിലൂടെ പ്രധാനമന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വെച്ചു പുലർത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മുംബൈയിൽ ഈ താജ് ഹോട്ടലിന് നേരെ തീവ്രവാദികൾ നടത്തിയ അക്രമത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഇവരുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാകിസ്ഥാൻ്റെ ISIയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത്. കോൺഗ്രസിൻ്റെ കാലത്തുണ്ടായിരുന്ന നമ്മുടെ റോയുടെ തലവൻ പാകിസ്ഥാനിലെ ISIയുടെ തലവനുമായി ചേർന്ന് വിദേശത്തേതോ ഒരു രാജ്യത്ത് ഒരുമിച്ച് താമസിച്ചതും അവിടെ അവർ തമ്മിൽ ചർച്ച ചെയ്തതും അവർ സംയുക്തമായിട്ടൊരു പുസ്തകം രചിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എത്രമാത്രം ദോഷം ചെയ്ത സംഭവമായിരുന്നു അത്. അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് പറയുന്നത് ഏറ്റവും യുവജന വിരുദ്ധനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന്. ഇത് ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പ്രശ്നം അവരുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഇവരുടെ കോൺഗ്രസിൻ്റെയും അതുപോലുള്ള പാർട്ടികളുടെയും പ്രവർത്തകർ അവിടെ കൂടിയെന്നുള്ളതല്ലാതെ ഇന്ത്യയിലെ എത്ര യുവജനങ്ങളാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത്? ഇന്ത്യയിലെ യുവജനങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തോടൊപ്പം തന്നെയാണ്. കാരണം അവരുടെ പ്രതീക്ഷയും അവരുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്, ഇന്ന് നിലനിൽക്കുന്നത്. അത് തുടരണം എന്ന് തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളുടെ ആഗ്രഹം. കാരണം കോൺഗ്രസിൻ്റെ ഭരണത്തിൽ അവർ കണ്ടതാണ്, അവർക്കൊരു വളർച്ചയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാരും അവരുടെ കുടുംബവും അഴിമതിയിൽ കൂടി കോടികളുണ്ടാക്കി സമ്പന്നരായി എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രയോജനവും ഭാരതത്തിനുണ്ടായിട്ടില്ല. ഭാരതത്തിന് ഒരു രീതിയിലും വളർച്ച ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി ഈ കോൺഗ്രസിനെ നിഷ്കാരണ ഒരു ഭരണത്തിൽ നിന്ന് തൊഴിച്ചെറിഞ്ഞത്. പുറത്താക്കിയെന്ന് പറയത്തില്ല, തൊഴിച്ചെറിയായിരുന്നു ചെയ്തത്.
ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അതുതന്നെയാണ് സംഭവിച്ചത്. അങ്ങനെയുള്ള യുവജനങ്ങളെ അധിക്ഷേപിക്കുന്ന വാക്കുകളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈയിടെ നാവിൽ നിന്ന് അല്ലെന്നുണ്ടെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അത് ഈ നാട്ടിലെ യുവജനങ്ങൾ കാണുന്നുണ്ട്, ഈ നാടിനെ സ്നേഹിക്കുന്നവരും എല്ലാം കാണുന്നുണ്ട് നടക്കുന്നത് എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞിട്ട് പോലീസുകാർ ആ സമരപ്പന്തൽ പൊളിച്ചു നീക്കി. രാജ്യവിരുദ്ധരെല്ലാം കൂടെ ഒത്തുകൂടിയിരിക്കുന്ന സമരപ്പന്തൽ പൊളിച്ചു നീക്കിയിട്ട് ഇനി നിങ്ങളിവിടെ സമരം ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇവിടെ അക്രമം നടത്തണ്ട എന്ന് ഉള്ള നിശ്ചയമെടുത്തു. രാത്രി ആയപ്പോഴേക്കും വീണ്ടും അവർ ആ പൊളിച്ചു കളഞ്ഞ സമരപ്പന്തൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തി. അവിടെ ഓടിയെത്തിയത് ആരാണ്? MA ബേബി എന്ന് പറയുന്ന നേതാവ്, CPM-ന്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹമാണ് അവിടെ ഓടിയെത്തിയത്. ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ ഈ ഇടയ്ക്കൊരു സംഭവം നടന്നു. PSC പരീക്ഷ നടത്തി. ഉച്ചയ്ക്ക് നടത്തേണ്ട ചോദ്യപേപ്പർ അത് പൊട്ടിച്ച് രാവിലെ കൊടുത്ത് അത് പുറത്താക്കിയ സംഭവമാണ് കേരളത്തിലുണ്ടായത്. എന്നിട്ട് എന്താ ചെയ്തത്? ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ പരീക്ഷ എഴുതാമെന്ന് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ഒരു സർക്കാർ ജോലി, ആ അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ. 2-3 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നത്. ഭരിക്കുന്നത് ആരാണ്? കേരളം ഭരിക്കുന്നത് കോൺഗ്രസ്. പ്രധാന പ്രതിപക്ഷക്കാരാണ് CPM, ഈ MA ബേബിയുടെ പാർട്ടി. ഇതിനെതിരെ ഒരു പ്രതിഷേധവുമില്ല, പാർട്ടികൾക്കുമില്ല, CPM-നുമില്ല, കോൺഗ്രസിനുമില്ല. കോൺഗ്രസിനെ പ്രതിഷേധിക്കത്തില്ല, അവരുടെ ഭരണത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിനകത്തിൽ VD സതീശനെ കുറ്റം പറയാവൂ? മറ്റേതെങ്കിലും മന്ത്രിമാരെ കുറ്റം പറയാവൂ? പറ്റത്തില്ല. കാരണം അവർ അല്ല ഇതിനകത്തിൽ ഉത്തരവാദികൾ. ഈ ചോദ്യപേപ്പർ ഇങ്ങനെ ചോരാൻ കാരണം ഇതിൽ ചില ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇതിനകത്തിൽ കുറ്റവാളികൾ. അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. അല്ലാതെ ഈ ഒരു സംഭവം വെച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ രാജിവെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ രാജിവെക്കുക എന്ന് പറയുന്നത് ന്യായമല്ല. കാരണം അവരറിയാതെ ഉദ്യോഗസ്ഥർ ചെയ്ത പ്രവൃത്തിയിൽ നടപടി സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഇതിന് ചെയ്യാൻ കാരണം. ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനും ശ്രമിക്കുക. അതാണ് കേന്ദ്രത്തിൽ നീറ്റിൻ്റെ ചോദ്യ പേപ്പർ ചോർന്നതിനെതിരെയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ സമരം ചെയ്യാൻ ഇവരുടെ ഈ നിരുത്തരവാദപരമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ സംഭവം കാരണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ മന്ത്രിമാരാരും രാജിവെക്കണമെന്നോ പറഞ്ഞ് സമരം ചെയ്യാത്ത CPM-ഉം മറ്റു പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രധാനമന്ത്രി രാജിവെക്കണം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, ഇവർ രാജിവെക്കണം എന്നും പറഞ്ഞാണ് ഡൽഹിയിൽ അക്രമ സമരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ പാർട്ടികളുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെയേറെ ബോധ്യമായിട്ടുണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞു വന്ന ആ കാര്യത്തെ കൂടെ നമ്മൾ പരാമർശിക്കാതിരിക്കാൻ കഴിയുകയില്ല. രണ്ടാമത് അവിടെ പന്തൽ കെട്ടാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായും പോലീസ് ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കണമായിരുന്നു. ഈ പന്തൽ കെട്ടാൻ ശ്രമിച്ചവരെ, ഈ അക്രമാസക്തമായ പ്രകടനം നടത്താൻ ശ്രമിച്ചവരെ അടിച്ചോടിച്ചതുപോലെ അതിലും ശക്തമായി തന്നെയുള്ള നടപടികളിലൂടെ ഈ പന്തൽ കെട്ടാൻ വന്നവരെ അടിച്ചോടിക്കുക തന്നെയായിരുന്നു പോലീസ് ചെയ്യേണ്ടിയിരുന്നത്. അത് പോലീസ് ചെയ്യാതിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ്. ഒരക്രമിയെയും വെച്ച് പൊറിപ്പിക്കരുത് എന്നുള്ളതായിരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാട്. കാരണം നമ്മൾക്ക് വേണ്ട നമ്മുടെ രാജ്യം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടത്. അതിനിടയ്ക്ക് ഒരു കലാപം നടത്തുകയോ അക്രമം നടത്തുകയോ ചെയ്ത് അതിനെതിരായ ഒരു അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിക്കാതിരിക്കാൻ ഉള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. അതിന് ഏത് മാർഗവും സ്വീകരിക്കുക. ഇവന്മാരെ, ഈ അക്രമം നടത്താൻ ഇവിടെ സമരം ചെയ്യുന്നവന്മാരെ അടിക്കുകയല്ല, ലാത്തി ചാർജ് അല്ല, വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കുക തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പിന്നെ വീട്ടുകാർക്കൂടെ ചിന്തിക്കണം. ഈ സമരം ചെയ്ത് അനാവശ്യ സമരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന മക്കളെ നിലയ്ക്ക് നിർത്താനാണ് ആദ്യം അവർ ശ്രമിക്കേണ്ടത്.
ആദ്യം മക്കളെ നന്നായ രീതിയിൽ ജീവിക്കാൻ അവരെ പരിശീലിപ്പിക്കുക. നന്നായ രീതിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ മക്കളെ സൃഷ്ടിച്ച് വിട്ടിട്ട് നിങ്ങൾ എന്ത് തോന്നിയവാസവും ചെയ്തോ, നിങ്ങൾ എന്ത് വിധ്വംസ പ്രവർത്തനവും ചെയ്തോ, അവിടെ ആ സമരപന്തലിൽ വന്ന് കൂടുന്ന ചില ചെറുപ്പക്കാർ പെൺപിള്ളേരെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. അതിനുള്ള അവസരം ഒരുക്കാതെ അവരെ നന്നായി വളർത്താനും ഈ രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത്. തങ്ങളുടെ മക്കളെ ഇതേപോലുള്ള ക്ഷുദ്രശക്തികൾ, CPM-നെ പോലുള്ള പാർട്ടികൾ അവരുടെ സ്വാർത്ഥ നേട്ടത്തിനായി, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായി വിനിയോഗിക്കും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ വേണം മാതാപിതാക്കൾ കുട്ടികളെ വളർത്താൻ. അതിനുള്ള അവസരം ഉണ്ടാകാതെ ഇത്തരം സംഘടനകളിലേക്ക് പ്രവർത്തനം തുടങ്ങുന്നതായി കാണുമ്പോൾ തന്നെ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ച് ഈ കുട്ടികളെ CPM പോലുള്ള ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം അണിചേരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അതിനു പകരം അവരെ കയറൂരി വിട്ട് രാജ്യത്ത് ഇതേപോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തെ നശിപ്പിക്കാനും ഉള്ള അവസരം ഒരുക്കുകയാണ് ഇപ്പോൾ പല മാതാപിതാക്കളും, വളരെ ചുരുക്കം പേരാണെങ്കിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല. നിങ്ങൾ ഈ രാജ്യത്തെ പ്രജകളാണ്, ഈ നാടിൻ്റെ ഉപ്പും ചോറുമാണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ള ചിന്ത ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം. ആ രാജ്യത്തോട് കൂറും നന്ദിയും കാണിക്കേണ്ട കടമയും നിങ്ങൾ മാതാപിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് തങ്ങളുടെ മക്കൾ കാരണം ഈ രാജ്യത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള ചിന്തയാണ് ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടത്. അതിനു പകരം മക്കളെ കയറൂരി വിട്ടിട്ട് ഈ വിധ്വംസ പ്രവർത്തനം നടത്തുന്നവരോടൊപ്പം ചേർന്ന് രാജ്യത്തിൻ്റെ പാർലമെന്റ് ആക്രമിക്കും, കാശ്മീരിൻ്റെ തിരിച്ചു കൊണ്ടുവന്ന സമാധാനം അത് ഇല്ലാതാക്കി വീണ്ടും അശാന്തിയിലേക്ക് പറഞ്ഞു വിടണം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്നവരെ, എന്നൊക്കെ ആവശ്യപ്പെടുന്നവരെ പിന്തുണച്ചുകൊണ്ട് അവർക്കൊപ്പം കൂടാനല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേടാണ് സത്യത്തിൽ ഇതുപോലുള്ളവരെ ഇതേപോലെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. ജനാധിപത്യമാണ് നമ്മുടെ രാജ്യം. ജനാധിപത്യത്തിൽ നമ്മൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവിടെ രാജ്യത്തിനെതിരായിട്ട് ഉള്ള അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പറഞ്ഞിട്ടില്ല. ജനാധിപത്യം എന്ന് പറയാൻ രാജ്യത്തിനെ വളർച്ചയിലേക്ക് നയിക്കാനായി ആ ജനങ്ങളെ നയിക്കാനുള്ള ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനാണ് നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുള്ളത്. അല്ലാതെ ഇതിനെ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവുമല്ല ജനാധിപത്യം നമ്മൾക്ക് തരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക, ഭരണാധികാരികളും മനസ്സിലാക്കുക. ഇതേപോലെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ഏത് പാറ്റയായാലും, ഏത് ചുക്കായാലും, ഏത് ബേബി ആയാലും, ഏത് രാഹുലായാലും അതിനെ ശക്തമായി അടിച്ചമർത്തുക തന്നെ വേണം. അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഈ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നും ഇതിനെതിരെ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും ജനങ്ങളിൽ എത്തിക്കാൻ ഭരിക്കുന്ന പാർട്ടിയും ഭരണകൂടവും പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ശ്രമിക്കണം. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണകാലത്ത് ഈ രാജ്യത്തിനെതിരായിട്ടും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരായിട്ടും നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളിലെത്തിക്കണം. ഈ മുൻ കോൺഗ്രസിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന മുൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ അണ്ടർ സെക്രട്ടറി RVS മണി കുറെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഉൾപ്പെടെയുള്ള ഭരണകാലത്ത് നടന്ന രാജ്യവിരുദ്ധമായിട്ടുള്ള ചില നീക്കങ്ങൾ, ഹിന്ദുവിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ, അജ്മൽ കസബിനെ സിന്ദൂരം തൊടിയിച്ച് ഹിന്ദു ഭീകരരാണിത് ആക്രമിച്ചതെന്ന് വരുത്തി തീർത്തുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ, ഇവയെല്ലാം അതിൻ്റെ തെളിവ് ആഭ്യന്തര വകുപ്പിൻ്റെ പക്കലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് കോൺഗ്രസ് രാജ്യത്തോട് കാണിച്ചിട്ടുള്ള ഈ
മര്യാദഘട്ട പ്രവർത്തനം, രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങളെ ഈ ഇത്തരം വിധ്വംസക രാജ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കെതിരായി കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. അതിനകത്തിൽ ഔദ്യോഗിക രഹസ്യം എന്നുള്ള ഒരു കാര്യമേ നോക്കേണ്ടതില്ല. കാരണം ഇങ്ങനെ ചെയ്ത പാർട്ടിയാണ് ഇപ്പോൾ ഈ വലിയ ഗീർവാണം അടിച്ചു വിടുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അങ്ങനെയുള്ളവരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിനായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുമാണ് ശ്രമിക്കേണ്ടത്. അവരുടെ എല്ലാ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ തെളിവുകൾ ഉണ്ടല്ലോ സർക്കാരിൻ്റെ കയ്യിൽ, ആ തെളിവുകൾ സഹിതം ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയും രാജ്യം ഭരിക്കുന്ന സർക്കാരും നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ച് ഇവരിനി ഒരിക്കലും തല പൊക്കാത്ത വിധം അവരെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ, ഇതേപോലെയുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഭരണാധികാരികളും ഭരിക്കുന്ന പാർട്ടിയും വിസ്മരിച്ചുകൂടാ. ഈ ചാനലും ഇതിലെ ഉള്ളടക്കങ്ങളും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹകരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഇനിയും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.